മദർ എങ്ങനെയാള്? ഐ മീൻ ഇൻ പേഴ്സൺ. ഇച്ചിരി കൂടിയ സ്വഭാവത്തിലോ അതോ? പറയണം. ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാണ് നടന്നത്? പകൽ ആരൊക്കെ വന്നു പോയി? യെസ്, ടെൽ മീ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയാറച്ചൻ കോൺവെന്റിൽ വന്നത്? പറയണം. അയ്യോ, അച്ഛൻ വന്നോന്ന് എനിക്കറിയാമല്ല. കാണാത്ത കാര്യമൊന്നും ഞാൻ പറയല്ല ഒരിക്കലും. അതിന്റെ അർത്ഥം അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്നല്ല, വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ? ഇല്ല. അറിയാമെന്നോ? സിസ്റ്റർ കൊച്ചിന് അങ്ങനെ പലതും അറിയാം. അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തിയേച്ച് പരീക്ഷിച്ചു നോക്കണ്ട. വാട്ടിക്കളഞ്ഞോട് റാവുത്രേ താൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ, മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേഴണേ. ഇവരെ വിളിച്ചാൽ കർത്താവ് വേഗം കേൾക്കും. മണവാട്ടിമാരല്ലേ? പിന്നെ സിസ്റ്റർ പോയട്ടെ. സിസ്റ്ററെ, നിങ്ങൾ എന്നേലും പേപ്പറിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു? ഇല്ല. ശരി. താൻ സ്പോട്ടിൽ പോയല്ലേ? പോയിരുന്നു സർ. കണ്ടിട്ട് എന്നാ തോന്നി? ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് തന്നോട് ആര് ഒഴിഞ്ഞു? ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ. മിനിമം കോമൺ സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. കോമൺ സെൻസ് ക്രാപ്പ്. എടോ, സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയാതെ താൻ എന്നാത്തിന്റെ പേരിലാണ് മഠത്തിലെ സിസ്റ്റർമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദേ, തട്ടറിഞ്ഞ് വേഷം കെട്ടിയില്ലേ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും. പിന്നൊരു കാര്യം, മേലിൽ എന്റെ അനുവാദമില്ലാതെ മടത്തിന്ന് ആരെ വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല. മനസ്സിലായോടോ? സർ, ഷൈൻ ചെയ്യാൻ ഇയാൾ പണ്ടേ മിടുക്കനാ. മസൂറി ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ. ഓവർ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല. എടാ കുണ്ടംപോളെ, കളക്ടർ കല്ലുങ്കൽ പോൾ വർഗീസ് ആയപ്പോ നീ ആ പഴയ പേരങ്ങ് മറന്നു അല്ലേ? ഷട്ട് യുവർ റോട്ടൺ മൗത്ത്. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ക്യാമ്പിലെ ഷൂ ഷൈനർ ചെക്കനെ മുറി കയറ്റി തോന്യാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത്? അല്ലെങ്കിൽ നൂൽബന്ധമില്ലാതെ നിന്ന് നിന്റെ അടിനാവി നോക്കി ഞാൻ കാലുമടക്കി തൊഴിച്ചപ്പോഴോ? ഒടിച്ചെടുക്കും ഞാൻ. കണ്ട അണ്ടന്റെ അടോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താൻ വന്നാലുണ്ടല്ലോ. സോറി സർ. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? മന്ത്രി തോമസ്, ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ബോധിപ്പിക്കാനുണ്ടോ? പാവം ഒരു കന്യാസ്ത്രീയുടെ ചാവുദോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന. അത് മറക്കണ്ട. കുടലും പണ്ടവും കുത്തിക്കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേക്ക് എടുത്തിരിക്കുക ആ കോൺവെന്റിൽ. അത് നാം എന്ത് വേണം? ഇനി നാറ്റിക്കാതെ നോക്കണം. ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ആത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് പറയുമായിരുന്നു. നോ, ഇമ്പോസിബിൾ. തൽക്കാലം ദുഷ്ടജാവുകൾക്ക് അടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട്. അവിടെ കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഇതിനെയും കുഴി കുത്തി താത്തുന്നുള്ളൂ. സഭാചട്ടങ്ങൾ തോമാറ്റം പഠിച്ചിട്ടുള്ളല്ലേ? അത് തോന്നുമ്പോ പൊളിക്കാനുള്ളതല്ല. പൊളിക്കും. ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിച്ചു മതി ഈ സഭാ പ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടത്തെ പുന്നാരനിയനെ. ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പുടുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി 10-20 എണ്ണത്തെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അന്ന് അവിടുന്ന് പെണ്ണുപിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമമുണ്ടല്ലോ, ഇപ്പൊ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ഒക്കോ? ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്കൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാടിക്കുഴിയിലിട്ടിട്ട് ഈ തോമസ് കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകും. നമുക്കൊന്ന് ആലോചിക്കണം തോമസേ. അതിനുള്ള സമയമില്ല. ശവം കിടന്ന് നാറും. അതിന് നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും. റോമിലോട്ട് ഞാനും വിളിക്കും. ആദ്യം മുതൽ എണ്ണി പറയും ഞാൻ. ഈ നിഷേധിക്ക് വോട്ട് കൊടുക്കുന്നത് പണ്ടാ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ സഹിച്ചോ? ലോഹയിട്ട് അന്ന് മുതൽ അച്ഛനെ കർത്താവ് സഹിക്കുന്നില്ലേ? അതിന് വല്ല സഹനമൊന്നും അച്ഛൻ എന്നോട് കാണിക്കണ്ട. പിതാവ് തീരുമാനം പറഞ്ഞില്ല. സെമിത്തേരിൽ അടക്കാൻ ഒക്കുകയെല്ലാം തന്നെയാ പിതാവിന്റെ തീരുമാനം. അത് തീരുമാനിക്കേണ്ടത് കാളിയാറച്ചനല്ല, തിരുമേനിയുണ്ട്. സിസ്റ്റർ അമലയെ എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം. അങ്ങോട്ട് മാറാൻ. ബറിയൽ നടത്തരുത്. വി നീഡ് ദ ബോഡി ബാക്ക്. എന്നാത്തിന്?
സിസ്റ്റർ അമലിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എടാ ഈ കന്യാസ്ത്രീയുടെ ചാവിൽ ഞങ്ങൾക്കില്ലാത്ത സംശയത്തോളം വേറെ ആർക്കാണോ ഉള്ളത്? ആർക്കാ ദണ്ണൊന്ന് അറിയണോ തനിക്ക്? അറിയണം. എഴുതച്ചാ ഓഹോ, ഇവനായിരുന്നോ ദണ്ണം? അതേടാ എന്റെ പെങ്ങളുടെ കഷ്ടകാലത്തിൽ അവർ നിന്റെയൊക്കെ രൂപത്തിൽ കന്യാസ്ത്രീയായത് അന്ന് തുടങ്ങിയ എന്താടാ നിനക്കൊക്കെ വെട്ടിക്കേറി ദീനം വെച്ച് കളിക്കാൻ ഇതെന്താ മെഡിക്കൽ കോളേജിലെ ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ? വെഞ്ചരിച്ച് ഒപ്പീസും ജോലി കുഴി വെക്കാൻ പോകുന്ന ശവമാ. അതെങ്ങാനും നിന്റെ കൈ തൊട്ടാൽ ആ കൈവെട്ടി ഞാൻ കപ്പയ്ക്ക് വളം വെച്ച് കളയും. വിളിക്കണ കളി അടച്ചനെ വാശിമോനെ പള്ളി വന്നു നോക്കാം. അടിച്ച് നിരന്തരം തന്നെ ഒതുക്കണമേ. മധ്യമേഖലയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഈശോ പണിക്കർ IPS സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ DIG ആയി നിയമിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനിച്ചു. മന്ത്രി തോമായോ? യൂദാസ് എന്ന് പറ. അവൻ കത്തോലിക്കനല്ല ജെയിംസേ, നത്തോലിക്കനാ. ഞരമ്പിൽ ചോരയ്ക്ക് പകരം ചല ഒഴുകുന്ന എണ്ണം കെട്ട സഭാദോഷിയാ. ഓ മന്ത്രിയാന്ന് പോലും. എടോ IG ആയിട്ട് താൻ ഇവിടെ ഉള്ളപ്പോഴത്തേനും DIG ആയിട്ട് അവൻ ഏത് ഡയബോളനെ കൊണ്ടുവന്നാലും ഇവിടെ കോപ്പാ. ആ താൻ വെച്ചോ, പിന്നെ വിളിക്കാം. എന്നതാച്ചോ ജെയിംസ് സാർ പറഞ്ഞത്? മന്ത്രി തോമാച്ചൻ ഡൽഹിയിൽ നിന്നൊരു കാവൽ മാലാഖയെ കൊണ്ടിരുന്നു. ഇടമറ്റം പാലയ്ക്കൽ ഈശോ പണിക്കർ IPS. മധ്യമേഖലയ്ക്ക് ഒരു പുതിയ DIG എന്ന വെപ്പ്. പക്ഷേ ചാവുദോഷപ്പെട്ട അമലാമ്മച്ചിയുടെ ചവക്കുഴി മാന്താനാവും വരുന്നത്. നമ്മൾ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞേച്ചാ മതി. അവൻ ആദ്യം ഏത് വാതുക്കലാ മുട്ടുന്നതെന്ന് നോക്കട്ടെ. Draw me in to your presence. Draw me in to your presence. Draw me in to your presence. I want to know you. For there's life. താനാരാ? പിതാവിനെ ഒന്ന് കാണും. തട്ടപ്പാതരായിക്ക് കയറി വന്നിട്ട് പിതാവിനെ കാണണമെന്നോ? പിതാവ് ആരാന്നാ? സാധാ കപ്പിയാരാന്ന് കരുതിയോ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ തനിക്ക്? ഇല്ല. ഫോണെ വിളിച്ചായിരുന്നോ? ഇല്ല. പിതാവിനെ മുൻപരിചയമുണ്ടോ? അതുമില്ല. പിതാവിനെ തന്നെ അറിയാവോ? ഓ അതെനിക്കറിയാൻ മേല. താൻ ഇങ്ങനെ എന്നാ ചോദിച്ചാലും അല്ല ഇല്ല പുല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഇല്ലാത്ത കാര്യം പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഉള്ള ഒരു കൂട്ടം കാണിക്കാം. ഈശോ പണിക്കർ IPS DIG. യെസ്. സോറി സർ, വന്നത് അകത്തോട്ട് വന്നത് ഒന്നിച്ച് പിതാവിനെ കാണാമല്ലോ. അതെ, അച്ഛൻ ഒരു അല്പനേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ. കുറച്ചു നേരം കാറ്റുകൊള്ളു. ഞങ്ങൾ കണ്ടോ. നടക്കച്ച. ഫാദർ കാളിയാർ വിചാരിക്കുന്ന പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല. അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈശോ ഡൽഹിന്ന് ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ IPS അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രൽ കുർബാന കൂടാൻ പോകുന്ന താൻ ശരിയല്ലേ? ഉവ്വ്. പുന്നശ്ശേരി പിതാവിന്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ DIG വിടുന്നു എന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സത്യത്തിൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് ഡൽഹി ബിഷപ്പ് മാനുവൽ പെരേരയാണ്. ഈ മുഖം ഓർക്കാൻ നാം അല്പം ക്ലേശിച്ചു. മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ. പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ ഈ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല, ശ്രമിച്ചിട്ട്. കഴിഞ്ഞ ലക്കം ഒബ്സർവർ എന്ന മുഖചിത്രം തിരുമേനിയുടെ ഈ മുഖമായിരുന്നു. ഒരടിക്കുറിപ്പ്, ദ ഹോളി മർച്ചന്റ്. ഇനിയുണ്ട് ബിരുദങ്ങൾ. കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ 3 ലക്ഷം വോട്ടും കാണിച്ച്
ഏത് സർക്കാരിനോട് വിലപേശാനും വിലയുറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ്. ശരിയല്ലേ? പക്ഷെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല, അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന അപ്പച്ചൻ പറഞ്ഞു. ചാക്കോ തോന്നിപ്പിക്കും. നന്മയുള്ളവനായിരുന്നു നിന്റെ അപ്പൻ. അപ്പന്റെ ഉള്ള് മുഴുവനായി എനിക്കറിയാം. മകന്റെ ഉള്ളിലിപ്പ് എനിക്കറിയില്ല. എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴവും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ അനുവാദം. ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതമൊന്നും ആവശ്യമില്ല. ഉണ്ടോ? പക്ഷെ എന്റെ അന്വേഷണത്തിൽ പിതാവിന്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ കൊണ്ടുപോയി ക്രൂസ് ചേക്കണം. കാനോൺ നിയമം വെച്ചല്ല, ഇന്ത്യൻ പീനൽ കോഡ് വെച്ച്. അത് DIയുടെ മുമ്പിൽ നിൽക്കുന്ന നാം ആണെങ്കിൽ പോലും. ദയവേണ്ട, ഭയവും വേണ്ട. താങ്ക്സ്. ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപതരമിൽ പതിച്ചിരിക്കുന്നു. ഈശോ എന്തു വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴുകിക്കളയണം. എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഒരു കൊടിയുടെയും കുരിശിന്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. മിസ്റ്റർ DIജിക്ക് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം. നമ്മുടെ അധികാരത്തിന് കീഴിൽ വരുന്ന എന്തിന്റെയും ആരുടെയും മേൽ ഈശോ പണിക്കർക്ക് ഇക്കാര്യത്തിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആരും തടയില്ല. യു ക്യാൻ പ്രൊസീഡ്. ഗോഡ് ബ്ലസ് യു. ഞങ്ങള് ചിലതെല്ലാം കൂട്ടിക്കിഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അച്ചോ? അവനെങ്ങാനും കല്ലറാമാന്തി പൊളിക്കാനും കുഴി തോണ്ടി നോക്കാനും പുറപ്പെട്ടാൽ അവൻ ചെന്നടനാലും കീറി തൊലി ഉരിച്ച് ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ചുണക്കിയെടുത്ത് നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങള്. അവിടെ കിടന്ന് പൊരിയും. അവസാനം വറചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും, എനിക്ക് മതിയായേ. ഒന്ന് നിർത്തണ്ട അച്ചോ. ആ എന്റെ ഈശോയെ, ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്? രക്തച്ചൻ പറഞ്ഞ് നാവങ്ങ് എടുത്തേ ഉള്ളൂ.